ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ? എൻ്റെയും അതെ, വെക്കേഷനൊക്കെ കഴിയാറായി. വീണ്ടും തിരുപ്പൂർക്ക് തിരിച്ചു പോകാറായി. ഇപ്രാവശ്യം അച്ഛനെ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്താ, ഇന്നിപ്പോൾ മീൻ മേടിച്ചപ്പോഴേ കുറച്ച് പല്ലിമീൻ കിട്ടി. അതായത് മീനിൻ്റെ മുട്ട. അപ്പോൾ എൻ്റെ അവിടെയൊക്കെ പല്ലിമീൻ എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് ഇതിനെ പറയാറെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലായിടത്തും ഇതേ പേര് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിചാരിച്ചു പല്ലിമീൻ കൊണ്ടൊരു റെസിപ്പി ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ചൂടായിട്ട് വരുന്ന എണ്ണയിലേക്ക് സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കണം. ഈ പച്ചമുളകൊന്നും ചേർത്തിട്ട് ഞാൻ എന്താ ചുവന്നമുളക് ചേർത്തതെന്ന് വിചാരിക്കരുത്. പഴുത്ത മുളകായിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരും മുന്നേ കമൻറ്റിൽ വന്നിട്ട് പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് ചുവന്നമുളക് ചേർത്തൂല്ലോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് മാറി വരുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. അതിങ്ങനെ ഒരു ഡ്രൈ ഫീലായിട്ട് വരണം നമ്മുടെ തേങ്ങ. അത് കഴിഞ്ഞിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ പല്ലിമീൻ ആദ്യം തന്നെ മുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡ്രൈ ഫീലായിട്ട് വരുമ്പോൾ, നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഡ്രൈ ഫീലായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല്ലിമീനെ ഇതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ട് കൊത്തിപ്പൊരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പിക്ക് എന്ത് പേര് പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കും, കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇടുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് എന്ത് പറയും എന്ന് ആലോചിച്ചപ്പോൾ മീൻ മുട്ട പൊരിച്ചതെന്ന് പറയണോ, പല്ലിമീൻ കൊത്തി പൊരിച്ചതെന്ന് പറയണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങളെടുത്തോ. ഇനി നിങ്ങൾക്ക് പുതിയ പേരുകൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.